നമസ്കാരം കൂട്ടുകാരെ, ആദീസ് ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ചെറിയൊരു വിരുന്ന് പോക്കിൻ്റെ വ്ളോഗാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾ അമ്മയുടെ കുടുംബ വീട്ടിൽ തറവാട്ടിലോട്ട് ഞങ്ങളിന്ന് രാത്രി എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ് കേട്ടോ. യാത്രയിൽ ഓട്ടോയിൽ നിന്നൊക്കെ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണ്. അത് വീടിൻ്റെ അകത്തുനിന്ന് എടുക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ലായിരുന്നു, ഒരു ഒരുക്കത്തിൻ്റെയൊക്കെ. ഇത് നമ്മുടെ പൂക്കോട്ടുംപാടം ജംഗ്ഷനാണ് കേട്ടോ. അവിടെ ഭയങ്കര തിരക്കാണ്. ഒന്നതേ 5:30 കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത്. അപ്പം നോമ്പ് തുറക്കുന്നതിൻ്റെ ആ ഒരു ടൈമിൽ ആ ഒരു സമയത്തിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ട്. ആൾക്കാർ ഭക്ഷണം വാങ്ങാനൊക്കെ വരലും ആ റോഡൊക്കെ തിരക്കിൽ ചില കടകളൊക്കെ അടച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൂക്കോട്ടുംപാടം എത്തിയിട്ട് അമ്മയ്ക്ക് കുറച്ച് പലഹാരം വാങ്ങണമെന്ന് പറഞ്ഞായിരുന്നു. അവിടെ കുറച്ച് കസിൻസൊക്കെ ഉണ്ട്. അവരൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. എൻ്റെ കുറച്ച് കസിൻസൊക്കെ ഉണ്ട്. അവർക്കും പിന്നെ ആദിക്കൊക്കെ വേണ്ടി കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് അവിടുന്ന് നിലമ്പൂർ പോകുന്ന റോഡാണ് കേട്ടോ. ഇത് ഈ കാണുന്നത് നല്ല അടിപൊളി റോഡാണ്. ഇപ്പോൾ പണി കഴിഞ്ഞതേ ഉള്ളൂ. ഈ റോഡിങ്ങനെ നേരെ പോകുമ്പം ഒരു തൊണ്ടി വളവെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നിലമ്പതി. ആ റോഡിൽ നിന്ന് ഉള്ളിലോട്ട് അതിപ്പം എത്തിയിട്ടില്ല. ഞങ്ങൾ ഇതിനിടയ്ക്ക് ഓട്ടോ ഡ്രൈവർ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേന് ഈ റൂട്ടാണ് ഞങ്ങളുടെ മാമൻ്റെ വീട്ടിലോട്ട്, അതായത് അമ്മയുടെ കുടുംബ വീട്ടിലോട്ട് പോകുന്ന റൂട്ട്. ഈ കാണുന്നതാണ് മാമൻ്റെ വീട്. അവിടെ എത്തി ഞാൻ നേരെ പോയത് അടുക്കളയിൽ നിന്ന് ആൻറ്റിയോട് സംസാരിക്കുക, വിശേഷങ്ങൾ പറയാനൊക്കെയാണ്. അവിടെയാണെങ്കിൽ അവിടുത്തെ വിശേഷം പറയാൻ എന്ത് രസമാണെന്നറിയോ. കുറേ ആടുകളും താറാവ്, കോഴി, പൂച്ച, അങ്ങനെ കുറേ സഹജീവികളൊക്കെ ഉള്ളൊരിതാണ്. ഈ കാണുന്ന ആടില്ലേ, ഇത് മാമൻ വിൽക്കാൻ വേണ്ടി നിൽക്കുവാണ്. 25,000 രൂപയ്ക്കാണ് വിൽക്കുന്നത് കേട്ടോ. ഇത് നോർമൽ നാടൻ ആടൊന്നുമല്ല, ഇത് ഏതോ വലിയ കൂടിയനാണ്. അപ്പം മാമൻ ഇങ്ങനെ ഇട്ട് പറയാണ്, ആരെങ്കിലും പരിചയത്തിലുണ്ടെങ്കിൽ ഇതിനൊന്ന് വിൽക്കാൻ വേണ്ടി. കാരണം കുറേ പേര് വില പറഞ്ഞ് 20 പറഞ്ഞവരുണ്ട്, 25 പറഞ്ഞവരുണ്ട്. അപ്പം നല്ല റേറ്റ് കൊടുക്കുന്നവർക്കൊക്കെ ഈ ആടിനെ കൊടുക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ അവിടെ കുറേ കുഞ്ഞാടുകളൊക്കെ ഉണ്ട്. അതിന് ആൻറ്റി കുപ്പിയിലിങ്ങനെ ബോട്ടിലിങ്ങനെ പാലാക്കിയിട്ട് ഇങ്ങനെ കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നില്ല, ക്യാമറമാൻ വേറെ ആളാണ് കേട്ടോ. കാരണം എനിക്ക് ആ ആടിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല. ഈ കാണുന്നതാണ് അമ്മയുടെ ചെറിയച്ഛൻ്റെ വീട്. ഇത് ഈ മാമൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ചെറിയച്ഛൻ്റെ വീട്. ഇവിടെ ഇന്നലെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടുന്നത്. ഞാൻ ആദ്യം നേരെ പോയി സിറ്റൗട്ടിലോട്ട് കയറി. സത്യം പറഞ്ഞാൽ സിറ്റൗട്ടിൽ ആരും ഇല്ലായിരുന്നു. ഭയങ്കര ഒരു ശാന്തതയായിരുന്നു. നേരെ ഞാൻ വിട്ടുപോയത് അടുക്കളയിലോട്ടായിരുന്നു. അവിടെയാണെങ്കിലും ഭയങ്കര തിരക്കാണ്. അവിടെ ചോറ് വയ്ക്കുന്ന തിരക്കിലാണ് അമ്മയുടെ അനുജത്തി കുഞ്ഞമ്മയുടെ ചോറ് വയ്ക്കുന്ന തിരക്കിൽ കുഞ്ഞമ്മയും അമ്മയുടെ ചെറിയമ്മയും ഒക്കെ ചോറ് വയ്ക്കുന്ന തിരക്കിലാണ്. ഇതിനിടയിൽ ആദ്യം റൂമിനകത്ത് കയറിയപ്പോൾ അവിടെ 2 കുട്ടിത്തേവാങ്കുകളുണ്ട്. ഇവർ രണ്ടാളും എൻ്റെ കസിൻസാണ്. അത് അമ്മയുടെ ചെറിയമ്മേൻ്റെ മക്കളാണ്. പിന്നെ കുട്ടൂസിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ബാക്കിൽ ചോറായി. പിന്നെ ചിക്കൻ അമ്മയും മാമനും കൂടെ ചിക്കൻ വയ്ക്കുന്ന പരിപാടിയായി. എല്ലാവരും ഒത്തുകൂടില്ല. അപ്പം ഫുഡടിക്കലും കാര്യം പറച്ചിലൊക്കെയാണ് ഇന്നത്തെ പ്രധാന പരിപാടി. എല്ലാവരും അവിടെ നിന്ന് നോക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എല്ലാവരും എന്നെ യൂട്യൂബർ കയറുന്ന കണ്ട് പറയുന്ന സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും ചിക്കനൊക്കെ രണ്ടാളും കൂടെ കറി വെച്ച് തീർന്നു. ഞാൻ നോക്കിയപ്പോൾ ചെക്കന്മാരൊന്നും കാണില്ല. ഇവരൊക്കെ എവിടെ പോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ മാമൻ്റെ വീട്ടിലോട്ട് കയറി. മുറിക്കകത്ത് കയറിയപ്പോൾ എല്ലാം കൂടെ അവിടെ ഗെയിം കളി, ഫോണിലാണ്. ഒരാളെ കയ്യിൽ ഫോണില്ലാത്ത ആൾക്കാരില്ല, എല്ലാവരും ഫോണിൽ കളിയാണ് ഗൈസ്. ഫോണിൽ ഗെയിം കളിയും റീൽസ് കാണൊക്കെ ഷെയർ ചെയ്യൊക്കെ ഒക്കെയാണ്. ഇവരൊക്കെ എന്നെ കാത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. വന്ന് ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അവരൊക്കെ വന്നിട്ട് എന്നെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് പിന്നെ റോഡിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ. ഈ ആദ്യം കണ്ടത് മാമൻ്റെ വീടും ഈ രണ്ടാമത് കണ്ടത് ചെറിയച്ഛൻ്റെ വീടുമാണ്. അതായത് അമ്മയുടെ ചെറിയച്ഛൻ്റെ വീടും ആദ്യം കണ്ടത് അമ്മയുടെ ആങ്ങളുടെ വീടും. ഇതിനിടെ ഞങ്ങൾ കത്തിയൊക്കെ വയ്ക്കും. ഇതെൻ്റെ കസിൻസാണ്. ഞങ്ങൾ ഭയങ്കര കത്തിയൊക്കെ. ഈ പിള്ളേർക്ക് ഭയങ്കര നാണമാണ്. വീഡിയോ എടുക്കേണ്ട ചേച്ചി എന്നൊക്കെ ഒരു നാണം കെട്ടി നിൽക്കുകയാണ്. ഇതിനിടയിൽ ഞങ്ങൾ ബാക്കിൽ അവിടെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ പോയി കുറേ കത്തി വെച്ച് അവിടെ എല്ലാവരും കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഈ കാണുന്നത് ഇവിടെ ഞങ്ങൾക്കൊരു വലിയൊരു ഒരു എന്താ പറയുക, ഇവിടെ ഞങ്ങൾക്ക് എല്ലാവരും കൊഞ്ചിക്കുന്ന ഒരാളുണ്ട്. ആ ആളെ കാണിച്ചു തരാം. ആ ബാക്കിലിരിക്കുന്നത് ഇതാണ് ആൾ. ഇയാളുടെ പേരാണ് ജെറി. ഇത് കാണുന്ന പോലെ കേട്ടോ, വെയിറ്റ് നല്ല രസമാണ്. പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ കഴിക്കുന്ന പരിപാടിയാണ്. തിരക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടയോ ഭക്ഷണം കഴിക്കുന്ന. ഞാൻ ആദ്യം കഴിച്ചു. ഞാൻ ആദ്യക്ക് ചോറ് കൊടുത്തു. എന്നിട്ട് നെയ്യപ്പം ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചോറും പപ്പടം, ചക്കക്കുരു കൂട്ടാൻ, ഇതൊക്കെ വെച്ചിട്ട് അടിപൊളി ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടന്ന് ഉറങ്ങിയിട്ട് എല്ലാവരും ക്ഷീണത്തിലായിരുന്നു. ഇത് രാവിലെ ഉണ്ട്, എല്ലാവരും കാപ്പി കുടിക്കുന്ന തിരക്കാണ്. രാവിലെ ഞങ്ങൾ പോവേണ്ട തിരക്കിലാണ്.
ഇതിനിടയിൽ കാപ്പി കുടി കഴിഞ്ഞാൽ ആദ്യം ഞാൻ കാപ്പിയെ കുടിച്ചിട്ട് ഞാനും ഒരുക്കത്തിനായിരുന്നു. അപ്പം ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സങ്കടമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സങ്കടത്തിലിരിക്കുന്നപ്പോൾ ഞാൻ പോയി എടുത്ത വീഡിയോ ആണിത്. ചേച്ചി നമുക്ക് ഇന്ന് നിൽക്കാനായിട്ടൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം പറയുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ അപ്പുറത്ത് ചെറിയച്ഛൻ്റെ വീട്ടിൽ പോയിട്ടും അവിടെ പോയി യാത്ര പറയുകയാണ്. അവിടെ ചെറിയച്ഛൻ്റെ മകളാണ് ഈ ആദ്യം കണ്ടത്, ചെറിയച്ഛൻ്റെ മോള്. മോളുടെ യാത്ര പറഞ്ഞ് ചെറിയച്ഛൻ്റെ വൈഫ് അപ്പുറത്ത് ചെറിയമ്മ, അമ്മയുടെ ചെറിയച്ഛനും ചെറിയമ്മയാണ്, അതായത് എൻ്റെ അച്ഛൻ അച്ഛമ്മയും. അവരുടെ കാര്യം പറഞ്ഞ് സിറ്റൗട്ട് എടുത്തപ്പോൾ ഈ ക്യാമറാമാനൻ എൻ്റെ പുറം ഭാഗമാണ് എടുക്കുന്നത്. ആ കാര്യം പറഞ്ഞ് ഞങ്ങൾ ഈ മൊത്തം കോമഡി ചിരിക്കുകയായിരുന്നു. ക്യാമറാമാൻ എന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ട് ക്യാമറാമാനെന്ന് പറഞ്ഞാൽ മാമൻ്റെ മോനാണ്, അവൻ്റെ പേര് അവനെ ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ തന്നെ പൂ വെച്ചുകൊണ്ട് നിൽക്കില്ല, അതാണ് എൻ്റെ ക്യാമറാമാൻ. ഇവരൊക്കെ ഞാൻ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് യാത്രയപ്പ് വരാൻ വേണ്ടി എല്ലാവരും പുറത്തിറങ്ങി. മാമൻ്റെ മക്കളും കുഞ്ഞമ്മയുടെ മക്കളും പിന്നെ മാമൻ്റെ വൈഫ്, അമ്മയുടെ ചെറിയമ്മ, ചെറിയച്ഛൻ്റെ അവരെ മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരും എനിക്ക് യാത്ര അയക്കാൻ വേണ്ടി വരുന്ന റങ്ങാനി കാണുന്നത്. എല്ലാവർക്കും ഞാൻ പോകുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. ഞങ്ങൾ പിന്നെ ഓട്ടോയ്ക്കകത്ത് കയറി യാത്രയൊക്കെ കയറി. പക്ഷേ എന്തായാലും കുറച്ച് ഒരു നൈറ്റായാലും ഞങ്ങൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് യാത്ര കേട്ടോ. ഇതാണ് ഇന്നത്തെ വ്ളോഗ്.